കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. നെഹമ്യാവെന്ന് പറയുന്ന മനുഷ്യൻ ഒരസാധാരണക്കാരനായി മാറിയതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്. യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, തൻ്റെ സ്വന്തം ജനം അപമാനത്തിലും കഷ്ടതയിലും ഇരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വന്നു. അതൊരു നല്ല ക്വാളിറ്റി അല്ലേ? മറ്റുള്ളവരുടെ ആപത്തിൽ സന്തോഷിക്കുന്നവന് ശുഭം വരികയില്ലെന്നാണ്. നമ്മളിത് അറിയുന്നില്ല. നമ്മൾ പണ്ട് നമ്മുടെ ശത്രുക്കൾക്കും നമുക്ക് ആരോടൊക്കെ അസൂയ തോന്നി അവർക്കൊക്കെ നാശം വന്നപ്പോഴൊക്കെ നമ്മൾ സന്തോഷിച്ചു. പക്ഷേ അതിലിങ്ങനൊരു ചതിയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ, ആപത്തിൽ സന്തോഷിക്കുന്നവന് ശുഭം വരികയില്ലെന്ന്. അതുകൊണ്ട് ആർക്കെങ്കിലും ആപത്ത് വന്നപ്പോൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ ചോദിക്കണം, നമുക്ക് അനുതപിക്കണം. മറുവശത്ത് ദൈവസഭയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് നമുക്ക് നെഹമ്യാവിനെ പോലെ കരയണം, ദുഃഖിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നെഹമ്യാവ് ചെയ്തതിനേക്കാൾ വലിയത് ദൈവം നമ്മളിലൂടെ ചെയ്യും. ഓബദ്യാവ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഇതിവൃത്തം ഒന്നേ ഉള്ളൂ, ഒറ്റ അധ്യായമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന യാക്കോബിന് കഷ്ടം വന്നപ്പോൾ യേശാവെ നീ ചിരിക്കാൻ പാടില്ലായിരുന്നു. ഇസ്രയേലിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ സെയീർ പർവ്വതക്കാരെ നിങ്ങൾ അവരുടെ ശത്രുക്കളുടെ പക്ഷം ചേരാൻ പാടില്ലായിരുന്നു. ദൈവസഭയ്ക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ദൈവദാസന്മാർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെങ്ങനെയുള്ളവരായിക്കൊള്ളട്ടെ, നമ്മൾ മനസ്സുകൊണ്ട് പോലും സുവിശേഷ വിരോധികളുടെ പക്ഷം നിൽക്കരുത്. നമ്മുടെ ജനത്തെ തള്ളിക്കളയരുത്. നമ്മൾ അവരുടെ ആപത്ത് കണ്ട് രസിക്കേണ്ടവരല്ല. അതാണ് ഓബദ്യാവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ഇവിടെ വേറിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ, അയാൾ രാജാവിൻ്റെ പാനപാത്ര വാഹകനായിരുന്നു. കൊട്ടാരത്തിൽ അയാൾക്ക് പിടിപാടുണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി അയാൾക്കൊരു നല്ല ഹൃദയമുണ്ടായിരുന്നു. നുറുങ്ങിയ ഹൃദയം, തകർന്ന മനസ്സ്. തകർന്ന മനസ്സിൽ നിന്നും നുറുങ്ങിയ ഹൃദയത്തിൽ നിന്നുമാണ് വിലയേറിയ പ്രാർത്ഥനകൾ വരുന്നത്. ഈ മനുഷ്യനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ജനത്തിൻ്റെ, യെരുശലേം ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി. ഒരു പ്രാർത്ഥന സ്ഥിതി മാറ്റുമോ? മാറ്റും. പ്രാർത്ഥനയെ മാറ്റുകയുള്ളൂ സ്ഥിതികൾ. ദൈവസഭയുടെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം പ്രാർത്ഥനയിലാണ് മാറുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തായിരുന്നു? ഒരു ദൈവദാസനെക്കുറിച്ച് പറഞ്ഞത്, ദാനിയേലും നെഹമ്യാവും എല്ലാം പ്രാർത്ഥിച്ചപ്പോൾ അവർ ക്വാളിറ്റിയുള്ള മനുഷ്യരായിരുന്നെങ്കിലും അവർ പാപികളോടുകൂടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ കുടുംബാംഗങ്ങൾ പാപികളാണ്, ഞാൻ പാപിയല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ പാപികൾ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അവരോടുകൂടെ ചേർന്ന് നിൽക്കണം. വിശ്വാസികൾ, നമ്മുടെ സഭയിലുള്ളവർ തെറ്റുകാരാണ്, കുറ്റക്കാരാണ്, ഞാൻ മാത്രം നല്ലവൻ, അങ്ങനെയല്ല. കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അവൻ യേശു, അദ്ദേഹം അവിടുന്ന് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു. യേശു കർത്താവ് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടുവെങ്കിൽ നമ്മളും പ്രാർത്ഥനയിൽ തന്നെ താഴ്ത്തണം. അങ്ങനെ എൻ്റെയും എൻ്റെ പിതൃഭവനത്തിൻ്റെയും എൻ്റെ ജനത്തിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്കായി അപേക്ഷിച്ചപ്പോൾ, അതിലുപരി വചനം ഓർക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് വചനത്തെ ഓർപ്പിച്ചപ്പോൾ കർത്താവ് കൃപ പകരാൻ തുടങ്ങി. മോശയുടെ ന്യായപ്രമാണത്തിൽ വിരോധമായുള്ളത് മാത്രമല്ല, അവിടെ ഒരു പോസിറ്റീവ് കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ഭൂമിയുടെ ഏതറ്റത്തേക്ക് വരെ പോയാലും അവിടെ നിന്ന് നിങ്ങളെ തിരിച്ചു വരുത്തുമെന്നുള്ള വചനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ അങ്ങ് അരുളി ചെയ്ത വചനം ഒന്ന് ഓർക്കണമേ. അപ്പോൾ വചനം ഓർപ്പിച്ച് പ്രാർത്ഥിക്കുക, അതൊരു നല്ല പ്രാർത്ഥനയാണ്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ള അരുളപ്പാട് ഓർക്കണമേ. ശത്രുക്കളുടെ നടുവിൽ മേശയൊരുക്കുമെന്നുള്ള വചനം ഓർക്കണമേ. ദുഷ്ടനെയും പകയനെയും മിണ്ടാതാക്കുവാൻ ശിശുക്കളുടെ വായിൽ ബലം നൽകും എന്നുള്ള വചനം ഓർക്കണമേ. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. അപ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. കർത്താവെ വചനം ഓർക്കണമേ. കർത്താവിന് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? അതല്ല, നമ്മുടെ വായിൽ നിന്ന് അപ്പന് അത് കേൾക്കണം. അത് പ്രാർത്ഥനയുടെ ഒരു വ്യവസ്ഥയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഒരാളെ കള്ളന്മാർ ഫോണിൽ വിളിച്ചു എന്ന് പറഞ്ഞാൽ, ഇയാൾക്ക് സാലറി കിട്ടിയ സമയമായിരുന്നു, നാട്ടിൽ പോകാനായിട്ട് നിൽക്കുന്ന സന്തോഷത്തിലായിരുന്നു, വിവരമുള്ള മനുഷ്യനാണ്. പക്ഷേ ആ പ്രത്യേക സമയത്ത് കള്ളന്മാർ ഫോണിൽ വിളിച്ചു.
ഞങ്ങളിതുപോലെ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങളുടെ ATM കാർഡിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഇയാൾ വീട്ടിൽ പോകാൻ നിൽക്കുന്ന സന്തോഷമായതുകൊണ്ട് ഇവർ ചോദിച്ച നമ്പരെല്ലാം പറഞ്ഞു കൊടുത്തു. അവർ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. 1.5 ലക്ഷത്തോളം രൂപ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് അബദ്ധം മനസ്സിലായത്. ഉടനെ ഇയാൾ ബാങ്കിലോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ ഓൺലൈൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റുകയില്ല. കാരണം അത് കൈവിട്ടൊരു അസ്ത്രം പോലെയാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്കും തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വെച്ചിരിക്കുകയാണ് മണി സെൻഡിങ്. അതാണ് ഈ കള്ളന്മാരെല്ലാം മുതലെടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും വിളിച്ചാൽ നിങ്ങളുടെ OTP നമ്പരോ അക്കൗണ്ട് നമ്പരോ ഒന്നും പറഞ്ഞു കൊടുക്കരുതെന്ന് TV-യിലെല്ലാം പരസ്യം ചെയ്യുന്നത്. പ്രാർത്ഥന ഇങ്ങനൊരു സിസ്റ്റം വെച്ചിരിക്കുക ദൈവം. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരവരുള്ളൂ. പ്രാർത്ഥിക്കുക, കരയുക, ഉപവസിക്കുക. എത്രയധികം പ്രാർത്ഥിക്കുന്നു അത്രയും നല്ലത്. എത്രയോ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്നു അത്രയും നല്ലത്. പ്രാർത്ഥിക്കാതിരുന്നാലും വലിയ നഷ്ടം. ദൈവം ഒരു സിസ്റ്റം വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, വിഷയങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുക. ലോക മനുഷ്യനെ സംബന്ധിച്ച് അത് പോഷത്വമാണ്. അതാണ് ദൈവ മനുഷ്യൻ്റെ വിജയം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ബലഹീനരെ, കുലീനന്മാരെ ലജ്ജിപ്പിക്കാൻ കുലഹീനമായതും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്ത ദൈവം. എന്തുകൊണ്ട്? ലോകം തൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിയാത്തത് കൊണ്ട്. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന് പറഞ്ഞ പോലെ പോഷത്വമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് ദൈവം ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ദൈവവും മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്യാനുണ്ടോ? അത് മനുഷ്യനങ്ങ് മറന്നുപോയാലും ദൈവം മറക്കുമോ? അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ പോഷന്മാരെ അങ്ങ് എൻ്റർടൈൻ ചെയ്യുന്നത്. പോഷന്മാരെയൊക്കെ ദൈവം അങ്ങ് ലിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് പറ്റി? രാജാവിൻ്റെ ദയുള്ള കൈ ഇദ്ദേഹത്തിന് അനുകൂലമായി വെളിപ്പെട്ടു. ഇദ്ദേഹം അവധിക്ക് ചോദിച്ചു, അവധി കൊടുത്തു. പോകാനുള്ള സംരക്ഷണം ചോദിച്ചു. പടനായകന്മാരെയും കുതിരപ്പട്ടാളക്കാരെയും കൂടെ വിട്ടു. അവിടുത്തെ വനവിചാരകന്മാർക്കും ദേശാധിപതിക്കും എഴുത്ത് ചോദിച്ചു, അത് കൊടുത്തു വിട്ടു. അവിടെ മതിൽ പണിക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം വേണം, അത് കിട്ടാനുള്ള എഴുത്ത് ചോദിച്ചു, അത് കിട്ടി. ദയുള്ള കൈ അനുകൂലമായി വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ ദയുള്ള കൈ നെഹമ്യാവിന് അനുകൂലമായി വെളിപ്പെട്ടു. ഇനി ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ഇദ്ദേഹത്തിന് മനസ്സിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവ് ഒരു ഐഡിയ കൊടുത്തു. വെറുതെ തോന്നിയതൊന്നും ചെയ്യുകയായിരുന്നില്ല. എന്തെങ്കിലും ചെയ്ത് മനസ്സിന് തൃപ്തി വരുത്തുക എന്നുള്ളതായിരുന്നില്ല. ഫലപ്രദമാകണം. കാര്യം ചെയ്യുന്നു, അത് മനോഹരമാണ്, പ്രയോജനമുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി ദൈവാലോചന തന്നെയാണ്. ഇദ്ദേഹത്തിന് കൃപയാൽ ദൈവാലോചന കിട്ടി. എന്ത് ചെയ്യണമെന്ന് ദൈവം മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു. ഇത് അദ്ദേഹം ആരോടും പറഞ്ഞുമില്ല. അവിടെ പോയി സാഹചര്യം എല്ലാം നോക്കി കണ്ടതിന് ശേഷം എല്ലാ മൂപ്പന്മാരെയും പ്രമാണികരെയും വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറഞ്ഞു. ദൈവം കൂടെ നിൽക്കുകയല്ലേ, അത് കാരണം അവരും കൂടെ നിന്നു. ദൈവം കൂടെ നിൽക്കുമ്പോൾ അവരും കൂടെ നിൽക്കും. ഏകദേശം ഒരു 500 ദിവസം കൊണ്ട് തീരേണ്ട പണി 52 ദിവസം കൊണ്ട് തീർന്നു. 4 കിലോമീറ്റർ നീളം, ഒരു 20 അടി വീതി, 40 അടി ഉയരമുള്ള മതിലേ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അതിൻ്റെ അറ്റകുറ്റം തീർക്കുമായിരുന്നു. ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലമാണ്. മെഷീനറീസ് ഒന്നുമില്ല. മിനിമം ഒരു 2 വർഷത്തിന് മുകളിൽ പോകേണ്ട പണിയാണ്. 52 ദിവസം കൊണ്ട് തീരാൻ കാര്യമാണ് അടുത്ത അത്ഭുതം. ഓരോ ടീമായിട്ട് തിരിഞ്ഞു. അവരവരുടെ വീടിൻ്റെ ഭാഗത്ത് അവരവർ കേട് തീർത്തു. എത്ര എളുപ്പമാണ്, എത്ര ജ്ഞാനമാണ് ദൈവം കൊടുത്തത്. അപ്പോൾ വലിയൊരു കാര്യം ഒരു ടീമായിട്ട് ചെയ്ത് വർഷങ്ങൾ തീർക്കുന്നതിന് പകരം ഒരു 40 ടീമായിട്ട് മാറി അവർ 52 ദിവസം കൊണ്ട് തീർത്തു. ആ കൂട്ടത്തിൽ പ്രഭുക്കന്മാരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്, തട്ടാന്മാരുണ്ട്, കൊല്ലന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, എല്ലാ മേഖലയിലുള്ള ആൾക്കാർ, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്തു. ഇന്ന് സഭയുടെ മതിൽ അവിടെ ഇവിടെയൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോംവഴി ഇത് തന്നെയാണ്. കരയാൻ നുറുക്കമുള്ളൊരു ഹൃദയം, ദുഃഖിക്കാൻ ഉപവസിക്കാനൊരു സമയം, പിന്നെ പ്രാർത്ഥിക്കാൻ, അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടാൻ, താഴാൻ. ആ പ്രാർത്ഥന സ്ഥിതികളെ മാറ്റും. എല്ലാവരോടും കൂടെ ചേർന്ന് നിൽക്കാൻ. സ്വന്തം വീട്ടിലെ കാര്യം ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയുമല്ലോ. സ്വന്തം മാതാപിതാക്കൾ, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ചാർച്ചക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ സഭാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും.
അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞാലും പോരായ്മകൾ അറിഞ്ഞാലും അവർക്ക് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും. ലോകം മുഴുവനുള്ള ആൾക്കാരെ ഒന്നടങ്കം കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീടിൻ്റെ നേരെയുള്ള ഭാഗം കേടുപോക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും ചെയ്താൽ മതിൽ പണി വേഗത്തിൽ തീരുമെന്ന് മാത്രമല്ല, എതിർക്കുന്ന ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ ചെറുതാകും. നമ്മുടെ ദൈവം, വലിയ ദൈവം നമ്മളെ വലിയവരാക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ. ദൈവസഭയോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവസഭയുടെ നന്മകളെ കാണുവാൻ, അനുഗ്രഹം അനുഭവിപ്പാൻ, വലിയ കാര്യങ്ങളെ ചെയ്യിക്കുവാൻ കർത്താവ് ഇടവരുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.